എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ ബക്രാനങ്കൽ ഡാം കാണാൻ പോകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ PR ഓഫീസിൽ നിന്ന് പെർമിഷൻ എടുക്കുന്നത് വരെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ബക്രാനങ്കൽ ഡാമിൻ്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസ്. ഇവിടുന്ന് പെർമിഷൻ എടുത്ത ശേഷം മാത്രമേ നമുക്ക് ഡാമിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി അവിടെ നിന്ന് പെർമിഷൻ ലെറ്ററൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ ഡാമിലേക്ക് പോവുകയാണേ. അപ്പോൾ ഡാം സൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് 2 ചെക്ക് പോസ്റ്റുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പഞ്ചാബിൻ്റെയും ഹിമാചൽ പ്രദേശിൻ്റെയും ബോർഡറിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് പെർമിഷൻ സ്ലിപ്പ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ പേരും ഡേറ്റും നമ്മുടെ വണ്ടി നമ്പറും ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പെർമിഷൻ സ്ലിപ്പും വാങ്ങിച്ചിട്ട് അവിടുത്തെ PR ഓഫീസിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ ആദ്യം വരുന്നത് പഞ്ചാബിൻ്റെ ചെക്ക് പോസ്റ്റാണ്, 11 കിലോമീറ്ററിൽ. അവിടെ നമ്മൾ ഈ പെർമിഷൻ സ്ലിപ്പും ആരുടെ പേരിലാണോ സ്ലിപ്പ് ഇരിക്കുന്നത് അവരുടെ ആധാർ കാർഡും കാണിച്ചാൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ടുള്ള ജേണിക്ക് വേണ്ടിയിട്ടുള്ള പെർമിഷൻ കിട്ടുക. അങ്ങനെ ഞങ്ങളത് പഞ്ചാബിൻ്റെ ചെക്ക് പോസ്റ്റിലെത്തി. ഇപ്പോൾ സാറ് പെർമിഷൻ സ്ലിപ്പും മുഖത്തിൻ്റെ ആധാർ കാർഡുമായിട്ട് അവിടെ ചെക്ക് പോസ്റ്റിൽ പോയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളത് ഒക്കെ ചെക്ക് പോസ്റ്റിൽ കാണിച്ചിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പോലീസ് നിൽക്കുന്നുണ്ട് ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പിൽ. അവരവിടെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഇത് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പഞ്ചാബിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഹിമാചൽ പ്രദേശ് തുടങ്ങുന്നത്. ഹിമാചൽ പ്രദേശ് തുടങ്ങി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെയും നമ്മൾ സെയിം ഈ പെർമിഷൻ സ്ലിപ്പും ആധാർ കാർഡും കാണിക്കണം. അത് കഴിഞ്ഞിട്ടാണ് മുമ്പോട്ട് പോകാനുള്ള പെർമിഷൻ കിട്ടുക. അങ്ങനെ ഞങ്ങളത് ബിലാസ്പൂർ ഡിസ്ട്രിക്റ്റിൽ അവിടുത്തെ പോലീസ് ചെക്ക് പോസ്റ്റിലെത്തി. അവിടെയും ഞങ്ങൾ നേരത്തെ കാണിച്ച പെർമിഷൻ സ്ലിപ്പും ആധാർ കാർഡും കാണിച്ചിട്ട് ഡാം സൈറ്റിലേക്ക് പോവാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ബക്രാനങ്കൽ ഡാമിനെ വിശേഷിപ്പിച്ചത് ദി ടെമ്പിൾ ഓഫ് റീസർജൻറ്റ് ഇന്ത്യ എന്നാണ്. അദ്ദേഹം 1955 പ്രതീകാത്മകമായിട്ട് ഒരു ബക്കറ്റ് കോൺക്രീറ്റ് സത്ലജ് റിവർ ബെഡിൽ ഇട്ടിട്ടാണ് ബക്രാനങ്കൽ ഡാമിൻ്റെ പണി തുടങ്ങിയത്. അതിൻ്റെ മെമ്മറിക്കായിട്ട് ഡാം സൈറ്റിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു മലയുടെ മുകളിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വലിയ പ്രതിമയും ആ സമയത്ത് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന ഒരു മിക്സിംഗ് മെഷീൻ, അതിനകത്താണ് ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് ഡാമിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് ഇട്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് രണ്ടും അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. പിന്നെ ഡാം സൈറ്റിലുള്ളത് ഡാമിൻ്റെ സൈഡിലായിട്ട് ജവഹർലാൽ നെഹ്റു മ്യൂസിയമാണ്. മ്യൂസിയത്തിൻ്റെ അകത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കുറച്ച് ഫോട്ടോസും ഡാമിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോട്ടോസൊക്കെയാണ്. ബക്രാനങ്കൽ ഡാമിൻ്റെ PR ഓഫീസിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരമുണ്ട് ആക്ച്വൽ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ പകുതി വഴിയിലെത്തുമ്പോൾ തന്നെ നമുക്ക് ഡാമിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. വഴിയിലൊക്കെ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ഡാമതാ എന്താ ബക്രാനങ്കൽ ഡാം ആക്ച്വൽ ഡാം ബക്ര എന്നുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്, ഹിമാചൽ പ്രദേശിലെ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നങ്കൽ എന്നുള്ള സ്ഥലത്തുള്ള ബക്രാനങ്കൽ ഡാമിൻ്റെ ഡൗൺ സ്ട്രീമിലുള്ള നങ്കൽ എന്ന് പറഞ്ഞ ഡാമാണേ. ഒരു ചെറിയ ഡാമാണത്. അപ്പം ഞങ്ങളതിൻ്റെ കുറച്ച് നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ഹനി നേരത്തെ പറഞ്ഞല്ലോ, വഴിയിൽ കുരങ്ങന്മാരെ കണ്ട കാരണം പേടിച്ചിട്ട് ഹനി വെളിയിൽ ഇറങ്ങില്ല. ഞങ്ങൾ 3 പേരും മാത്രമേ വെളിയിൽ ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഇത് 2 ഷട്ടറുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു ഡാമാണ് നങ്കൽ ഡാം എന്ന് പറയുന്നത്. ആക്ച്വൽ ബക്രാനങ്കൽ ഡാം ഇവിടുന്ന് ഇതിന് മുമ്പോട്ട് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡൗൺ സ്ട്രീമിലുള്ള ഒരു കുഞ്ഞു ഡാമാണ് ഈ നങ്കൽ ഡാം എന്ന് പറയുന്നത്. ഈ ഡാമിൻ്റെ ആക്ച്വൽ കൺസ്ട്രക്ഷൻ 1946 തന്നെ തുടങ്ങിയായിരുന്നു. പിന്നെ 1955 സിംബോളിക്കായിട്ട് നേരത്തെ പറഞ്ഞല്ലോ ജവഹർലാൽ നെഹ്റു അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 1963 ഡാമിൻ്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായി. 1970 ആരംഭത്തിലാവുമ്പോഴത്തേക്കും ഡാമിൻ്റെ തുടർന്നുള്ള ഘട്ടങ്ങളും കൂടി നിർമ്മാണം പൂർത്തിയായി. ഡാം അതിൻ്റെ പർപ്പസ് നിറവേറ്റാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ മാതിരി ജലസേചനത്തിനും 2 ഹൈഡൽ പ്രോജക്ട്സിനും പിന്നെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും വേണ്ടിയിട്ടാണ് ഈ ഡാം നിർമ്മിച്ചത്. നമ്മൾ ബക്ര ഡാമിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു റോസ് ഗാർഡനാണ്. കുറച്ച് വലിയ ഗാർഡനാണ്, അത്ര വലുതല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടി വിസിറ്റ് ചെയ്യാം. പക്ഷെ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ നേരെ പോവുക ചെയ്തത്. അപ്പോൾ അതേ ഡാമിൻ്റെ അടുത്തുള്ള പാർക്കിംഗ് സ്പേസിലെത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട്
ഒരു 100 മീറ്റർ മുമ്പോട്ട് നടന്നാലാണ് നമ്മൾ ബക്രാനങ്കൽ ഡാമിൻ്റെ സൈറ്റിലെത്തുന്നത്. ഇവിടെ മുതൽ മുമ്പോട്ട് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ പ്രോഹിബിറ്റഡ് ആണ്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ഡാം കാണാം. അതിൻ്റെ സൈഡിലൊരു നെഹ്റു മ്യൂസിയം ഉണ്ട്, അത് കാണാം. ഇപ്പോൾ പാർക്കിങ്ങിലും ബക്രാനങ്കൽ ഡാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഡാമിൻ്റെ ആക്ച്വൽ ഡാം സൈറ്റിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റിലും നിറയെ പൈൻ ട്രീസും വേറെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്നു പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഇത് നിങ്ങൾക്ക് അവിടെ ആ പൈൻ ട്രീൻ്റെ പുറകിൽ ഒരു ഇത്തിരി വലിയൊരു പാറ കാണാം. ആ പാറയുടെ മുകളിലാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിമ. അതിൻ്റെ മുമ്പിൽ യെല്ലോ കളറിൽ കാണുന്നില്ലേ, അവിടെയാണ് അദ്ദേഹം കോൺക്രീറ്റ് ഇട്ടു എന്ന് പറയുന്ന ബക്കറ്റും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് നെഹ്റു മ്യൂസിയം ഒക്കെ കണ്ട് തിരിച്ച് പാർക്കിങ്ങിൽ വന്നിട്ട് വണ്ടിയെടുത്ത് പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഇന്ത്യയിലെ 51 ശക്തിപീഠങ്ങളിലൊന്നായ നൈനാദേവി ടെമ്പിളിലേക്കാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്നിട്ട് നൈനാദേവി ടെമ്പിളിൽ നിന്ന് തിരിച്ച് വന്നിട്ട് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് സീ റോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അതിൻ്റെ സൈഡിൽ ബക്രാനങ്കൽ ഡാമിൻ്റെ റിസർവോയറായ ഗോബിന്ദ് സാഗർ ലേക്കിൽ ബോട്ടിങ്ങിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുകൂടാണ്ട് ഇപ്പം നമ്മൾ ഡാം സൈറ്റിൽ പോയില്ലേ, അവിടെ നിന്ന് 1 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ അവിടെയും ബോട്ടിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഈ സീറോ റിസോർട്ടിലാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, അവിടുത്തെ PRO ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ പരിചയത്തിലുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് സീറോ ഗാർഡനത്തെ സീറോ റിസോർട്ടിലത്തെ അവിടുത്തെ ബോട്ടിങ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഇത് പോകുന്ന വഴിക്കുള്ള ഹൈഡൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സബ്സ്റ്റേഷനാണ്. നേരത്തെ പറഞ്ഞല്ലോ, ബക്രാനങ്കൽ ഡാമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് 2 ഹൈഡൽ പ്രോജക്ട്സ് ഉണ്ട്. ആ ഹൈഡൽ പ്രോജക്ട്സിൽ കൂടിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഞങ്ങളങ്ങനെ ബക്രാനങ്കൽ ഡാമിൽ നിന്ന് സീറോ റിസോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡാം സൈറ്റിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരത്തിലാണ് സീറോ റിസോർട്ട് ഇരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഒരു 100 മീറ്റർ മാത്രം ലെങ്ത്തുള്ള ഒരു കുഞ്ഞ് ടണലാണത്. ഈ ടണൽ കടന്ന് നമ്മൾ അപ്പുറത്ത് ചെല്ലുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഡാമിൽ പോയില്ലേ, അപ്പോൾ ആ ഡാമിൻ്റെ അകത്ത് കൂടെ, അതായത് ഡാമിൻ്റെ മുകളിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാമായിരുന്നെങ്കിൽ നമ്മൾ സഞ്ചരിച്ചെത്തുന്നത് ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഈ വഴിയിലാണ്. ഇവിടെയാണ് ഡാം ബക്രാനങ്കൽ ഡാമിൻ്റെ മുകളിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി പ്രൊവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്താൻ പറ്റിയത്. ഇപ്പോൾ ഇവിടെ കാണുന്ന ആ റെഡ് കളർ സ്റ്റോണൊക്കെ വെച്ചിട്ടില്ലേ, അവിടെയാണ് നമ്മൾ ഡാമിൻ്റെ എൻഡ് വരുന്നത്. നമുക്ക് ഡാമിൻ്റെ മുകളിൽ കൂടെ ഇപ്പോൾ പോകാൻ പ്രൊവിഷൻ ഇല്ല. നേരത്തേക്ക് ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം അത് അലോഡ് അല്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സീറോ റിസോർട്ടിലേക്ക് പോവുകയാണ്. ഗോവിന്ദ് സാഗർ റിസർവോയറിൻ്റെ സൈഡിൽ കൂടെ. എല്ലാ ഡാമിനും ഒരു റിസർവോയർ ഉണ്ടല്ലോ. ബക്രാനങ്കൽ ഡാമിൻ്റെ റിസർവോയറാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ പേരാണ് ഗോബിന്ദ് സാഗർ ലേക്ക് എന്നുള്ളത്. സിഖ് ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗിൻ്റെ പേരിലാണ് ഈ ഗോബിന്ദ് സാഗർ ലേക്ക് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ റിസർവോയറാണ് ബക്രാനങ്കൽ ഡാമിൻ്റെ റിസർവോയറായ ഗോബിന്ദ് സാഗർ ലേക്ക്. ഇപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചായക്കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ചായ കുടിക്കാനൊക്കെ നല്ല ആംബിയൻസ് ആയിരിക്കും. റിസർവോയറിൻ്റെ സൈഡിൽ തന്നെയാണ് അത് വരുന്നത്. 2 ഹൈഡൽ പ്രോജക്റ്റുകളിലായിട്ട് 10 പവർ ജനറേറ്റേഴ്സാണ് ബക്രാനങ്കൽ ഡാമിൻ്റെ ഹൈഡൽ പ്രോജക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 10 ജനറേറ്റേഴ്സ് വെച്ചിട്ടാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. പഞ്ചാബിലെയും രാജസ്ഥാനിലെയും ഹരിയാനയിലെയും 10 മില്യൺ ഏക്കറോളം വരുന്ന കൃഷിസ്ഥലത്തേക്ക് വേണ്ടിയുള്ള ഇറിഗേഷൻ നടത്തുന്നത് ഈ ബക്രാനങ്കൽ ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഗോബിന്ദ് സാഗർ റിസർവോയറിൻ്റെ വാട്ടർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 9.34 ബില്യൺ ക്യൂബിക് മീറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ്. 90 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ റിസർവോയറിൻ്റെ ആകെ ഏരിയ എന്ന് പറയുന്നത് 168.35 കിലോമീറ്റർ സ്ക്വയർ ആണ്. ഈ റിസർവോയറിൽ പലയിടങ്ങളിലായിട്ട് ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഇത് കണ്ടോ, നമ്മൾ പോകുന്ന വഴിക്ക് ഗോതമ്പ് കൃഷി ചെയ്തിട്ട് കണ്ടതാണ്. ഇപ്പോൾ പാടത്തിലല്ലാണ്ട് ഇങ്ങനെ സ്ഥലം തന്നെ തട്ടായി തിരിച്ചിട്ടാണ് അവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ സീറോ റിസോർട്ടിലെത്തി. അപ്പോഴത്തേക്ക് സമയം ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഭക്ഷണം കഴിക്കുക ചെയ്തത്. ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് പപ്പടും
ക്രിസ്പി കോണും വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മെയിൻ കോഴ്സ് വന്നു, റാര ചിക്കനും ബട്ടർ റൊട്ടിയും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ റിസോർട്ടൊന്ന് ചുമ്മാ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അതിനകത്ത് കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം പിന്നെ ഞങ്ങൾ വെറുതെ ആ പൂള് മാത്രം ഒന്ന് നോക്കിയിട്ട് റിസോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെ പ്രീ വെഡ്ഡിങ് ഷൂട്ടും പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടും അതിനൊക്കെയുള്ള പ്രൊവിഷനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒതുങ്ങുന്ന രീതിയിലുള്ള കുറേ കൺസ്ട്രക്ഷൻസും ചെടികളും ഗാർഡനൊക്കെ ഇവിടെ ഉണ്ട്. ഹനി അതൊക്കെ കണ്ടിങ്ങനെ ഓടി നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. ഇതൊക്കെ ഇവർ ഈ വെഡ്ഡിങ് ഷൂട്ടിന് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യലി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻസും ഗാർഡനൊക്കെയാണ്. ഞങ്ങൾ ചെന്ന സമയത്തും അവിടെ ഒരു 3-4 ഗ്രൂപ്പിൻ്റെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, പ്രീ വെഡ്ഡിങ് ആൻഡ് പോസ്റ്റ് വെഡ്ഡിങ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് റിസർവോയറിൻ്റെ ഒരു ഭാഗം വരുന്നത്, ഗോവിന്ദ് സാഗർ റിസർവോയറിന്. അപ്പോൾ അവിടെ ബോട്ടിങ്ങും റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്. അതുപോലെ ഈ വെഡ്ഡിങ് ഷൂട്ടിന് വേണ്ടി വരുന്നവർക്കും ബോട്ടിങ്ങിനൊക്കെയുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇവിടെ കുറേ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഹനി അവിടെയൊക്കെ കുറച്ച് ദൂരം നടന്ന് കണ്ട ശേഷം ബോട്ടിങ്ങിന് പോവുകയാണേ. ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് അതേ കണ്ടില്ല, അത്രയും താഴെ ഇറങ്ങി പോകണം. ഇതിപ്പോൾ ഏപ്രിൽ ഏതാണ്ട് സമ്മർ തുടങ്ങാറായ കാരണമാണ് വെള്ളം താഴെ ഇരിക്കുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ വെള്ളം നല്ല ഉയരത്തിൽ പൊങ്ങി വരും എന്നാണ് ഇവർ പറയുന്നത്. വാങ്ങിക്കോ, പേടിക്കണ്ട. നോ 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 വറീസ്. സൂക്ഷിപ്പോ, പൊക്കോ. ഇനിയും ഇതേപോലെ കുറേ ദൂരം നടന്ന് പോയാൽ മാത്രമേ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തെത്തുള്ളൂ താഴേക്ക്. അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് റൈഡാണുള്ളത്. ഒരു വാട്ടർ ബൈക്ക് ഉണ്ട്, അത് ഒരാൾക്ക് 800 രൂപ. പിന്നെ നോർമൽ സ്പീഡിൽ പോകുന്ന ഒരു ബോട്ട് ഒരാൾക്ക് 200 രൂപ വെച്ചിട്ട്. അതിലും കുറഞ്ഞ സ്പീഡിൽ പോകുന്ന ബോട്ടാണെങ്കിൽ ഒരാൾക്ക് 100 രൂപ. 15 മിനിറ്റാണ് റൈഡിൻ്റെ സമയം നോർമൽ ബോട്ടിങ്ങിന്. റെഡിയായോ? നമ്മൾ ബോട്ട് വന്നിട്ടാ റെഡിയായോ? ഞങ്ങൾ ഒരാൾക്ക് 200 രൂപയുള്ള നോർമൽ സ്പീഡിൽ പോകുന്ന ബോട്ടാണ് ചൂസ് ചെയ്തത്. ഞങ്ങളെല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ബോട്ട് വരുന്നതേ ഉള്ളൂ ഞങ്ങൾക്ക് പോകാനുള്ളത്. ഓൾറെഡി അതൊരു ട്രിപ്പ് പോയിരിക്കുകയാണ്. നമുക്ക് പോയാലോ? ആ അതാ നമ്മളെ ബോട്ട് വരുന്നുണ്ട്. നമുക്ക് പോയുള്ള ബോട്ട് വരുന്നുണ്ട് ഹനി. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് വന്നു. ഞങ്ങളതേ ബോട്ടിൽ കയറി ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞില്ല, 15 മിനിറ്റ് റിസർവോയറിൽ കൂടെയുള്ള ബോട്ട് യാത്രയാണിത്. ഡാമിൻ്റെ മുമ്പിലൊന്നും എത്തില്ല. इससे भी स्लो 200 अच्छा जो भी है നിന്നിപ്പോ കാണിക്കാമേ. ആ ये पूरा ऊपर तक आता है क्या पानी? बारिश पूरा इसको ऊपर तक है। എവിടെ വരും? तो आपका ये सब ऊपर जाएगा। ओके मैं बोल रहा था बारिश में ऊपर जाएगा ना।
അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ആ കാണുന്ന പ്ലാറ്റ്ഫോം വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ ബോട്ടിൽ ബ്രൈഡിനെയും ഗ്രൂമിനെയും അവിടെ കൊണ്ടുവന്നിറക്കും, എന്നിട്ട് ഡ്രോണിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ വീഡിയോയ്ക്ക് മാത്രം ഇതിൻ്റെ മുകളിൽ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള വീഡിയോന് വേണ്ടി മാത്രം 4000 രൂപയാണ് ഇവർ ഹോട്ടലുകാർ ചാർജ് ചെയ്യുന്നത്. മഴക്കാലത്ത് അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആകുമ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം പൊങ്ങിയിട്ട് നമ്മൾ നേരത്തെ ഫ്ലാഗ് വെച്ച സ്ഥലം കണ്ടില്ലേ താഴോട്ട് ഇറങ്ങി വന്നപ്പം, അത്രയും ഉയരത്തിൽ വെള്ളം വരും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ആ സമയത്തും ഇവിടെ ബോട്ടിംഗ് നടക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന മലയുടെ അപ്പുറത്ത് നേരത്തെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാബ ബാലക്നാഥ് പറഞ്ഞിട്ട് ഹിമാചലിലത്തെ ഒരു ഋഷി ഉണ്ടായിരുന്നു എന്ന്. ആ ബാബ ബാലക്നാഥിൻ്റെ ആക്ച്വൽ അമ്പലം ഈ മലയുടെ അപ്പുറത്താണ്. അപ്പോൾ ഇവിടുന്ന് ജങ്കാറിൽ അങ്ങോട്ട് പോകാൻ സാധിക്കുന്നവർ ഒന്നുകൂടി ചെയ്തോ ഒന്നും കൂടി ചെയ്തോ. ഉപ്പുണ്ടോ? ഉപ്പില്ലല്ലോ. ഉപ്പാണോ വെള്ളത്തിന്? നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗോവിന്ദ് സാഗർ ലേക്കിലത്തെ ബോട്ടിംഗ് എന്ന് പറയുന്നത്. അത്രയും ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു ചുറ്റും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ മണ്ണ് കൊണ്ടുള്ള മലകളൊക്കെ സ്വാഭാവികമായിട്ടും എക്കൽ പോലത്തെയുള്ള വസ്തുക്കൾ അടിഞ്ഞുണ്ടായതാണെന്ന് പറഞ്ഞത്. അപ്പോൾ മഴക്കാലം അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഈ മൺകൂനകളൊക്കെ മുങ്ങുന്ന വിധത്തിൽ വെള്ളം വരും എന്നാണ് ഞങ്ങളുടെ ബോട്ട് ഡ്രൈവർ പറയുന്നത്. അത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താഴോട്ടേനും പോകും. ये वाली पहाड़ के बीच. ओके हाँ. ഞാൻ പറട്ടെ ബാബ ബാലക്നാഥ് ഹിമാചലിൽ ജനിച്ച ആളാന്ന്. അന്ന് നമ്മളവിടെ ബാബ ബാലക്നാഥ് मंदिर ഇല്ലേ? हमारे उधर एक छोटा सा मंदिर है बाबा बालकनाथ का अंबाला में. ബോട്ടിൽ പോയാൽ 2.5 കിലോമീറ്റർ പറയുന്നത്. 28 ബൈ റോഡ് 100 കിലോ. നമ്മൾ തുടങ്ങിയ സ്ഥലത്തേ അവിടെ. അതെ ഇവിടെ ഇനിയൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഗോവിന്ദ് സാഗർ റിസർവോയറിൻ്റെ നടുക്ക് കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇവർ ബോട്ടിൽ കയറ്റിയിട്ട് ഐലൻഡിൽ കൊണ്ടുവിടും. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് സമയം റിക്രിയേഷനൊക്കെ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്തിട്ട് വൈകിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ ഇവർ തിരിച്ച് ബോട്ടിൽ കൊണ്ടുവന്ന് വിടും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കരയിലേക്ക് വരികയാണ്. അല്ലേ എങ്ങനെ കയറും എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. രാമൻ സാറേ ഓടി കയറി. എന്തത് സ്വാനോ? കോഴിക്കുട്ടികള്. ആ അത് കോഴിൻ്റെ കുട്ടിയാണോ സ്വാനിൻ്റെ ഡക്കിൻ്റെ കുട്ടിയാണോ എന്ന് അറിയില്ല. സ്വാനിൻ്റെ കുട്ടിയായിരിക്കും. എനിക്കെല്ലാത്തിനും ഇഷ്ടമായി. അതിന് ആ ബ്രൗണിന് വാ പോ. ഞങ്ങളങ്ങനെ ബക്രാനങ്കൽ ഡാമും കണ്ട് ഡാമിൻ്റെ റിസർവോയറായ ഗോവിന്ദ് സാഗർ ലേക്കിലത്തെ നല്ലൊരു ബോട്ടിങ്ങും ചെയ്ത് നൈനാദേവി മന്ദിറും കണ്ട് തിരിച്ചു പോവുകയാണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബക്രാനങ്കൽ ഡാമിലത്തെയും ഗോവിന്ദ് സാഗർ ലേക്കിലത്തെയും വിശേഷങ്ങൾ. ഇനി നൈനാദേവി മന്ദിരത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഞങ്ങൾ റിസർവോയറിൽ വരുന്നതിന് മുമ്പേ ആക്ച്വൽ ഡാം സൈറ്റിൽ നിന്ന് മുമ്പോട്ട് ഒരു 20-25 കിലോമീറ്റർ പോകുമ്പോഴാണ് നൈനാദേവി മന്ദിറിലെത്തുക. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.